ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഇന്നത്തെ മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. മാർക്കറ്റ് ഇന്ന് പൊതുവെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് മൂവ് ആയത്. ഇനി നിഫ്റ്റി ക്ലോസ് ചെയ്തത് 23,213 ക്ലോസ് ചെയ്തു. 37 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. വലിയ മൂവ്മെൻറ്റ് ഇല്ലായിരുന്നെങ്കിലും ഇന്ന് ഒരുവിധമുള്ള സെക്ടേഴ്സൊക്കെ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചു. നിഫ്റ്റി ബാങ്ക് 48,750 ക്ലോസ് ചെയ്തപ്പോൾ 23 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ. നിഫ്റ്റി മിഡ് ക്യാപ്പ് 53,899 ക്ലോസ് ചെയ്തപ്പോൾ 223 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 96 പോയിൻ്റ് വരുന്നപ്പോൾ 17,354 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 15.25 മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി വീണ്ടും ചെറുതായിട്ട് പ്രകടമായി തുടങ്ങി. സെൻസെക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 76,724 224 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. FII DII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്നും DII 3,683 കോടിയുടെ ബൈ നടത്തിയപ്പോൾ FII ഇന്നും കനത്ത സെല്ലിങ്ങിലേക്കാണ് പോയത്. ഈ വർഷം തുടങ്ങി പിന്നെ കണ്ടിന്യൂസ് സെല്ലിങ്ങിലാണ് FII വന്നിരിക്കുന്നത്. ഇന്നും 4,533 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. കമ്പനി വൈസ് ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലോസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് NTPC 4.01% ഗെയിൻ ഉണ്ടായി. ട്രെൻഡ് വളരെ നാളുകൾക്ക് ശേഷം ഇന്ന് 3.86% ഗെയിൻ കിട്ടി. കഴിഞ്ഞ 5-6 ദിവസമായിട്ട് ട്രെൻഡ് കനത്ത ഇടിവിലായിരുന്നു. പവർ ഗ്രിഡ് 2.88%, കോട്ടക് ബാങ്ക് 2.14%, മാരുതി 1.91%, ടെക്കം 1.67%, കോൾ ഇന്ത്യ 1.29%, L&T 1.24%, ഏഷ്യ മോട്ടോഴ്സ് 1.20%, ആൻഡ് റിലയൻസ് 1.07% ഗെയിൻ ഉണ്ടാക്കി. ലോസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഫിനാൻസ് 2.21%, M&M 2.90%, ബജാജ് ഓട്ടോ 0.54%, ബജാജ് ഫിൻസർവ് 2.26%, ആക്സിസ് ബാങ്ക് 2.53%, SBI ലൈഫ് 1.62%, സൺ ഫാർമ 0.67%, ടാറ്റ കൺസ്യൂമർ 1.05%, ഏഷ്യൻ പെയിൻറ്റ് 0.44%, ശ്രീറാം ഫിനാൻസ് 1.77% കുറവിലാണെന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഈ മാസത്തെ 1 ജാനുവരി നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 23,213 ക്ലോസ് ചെയ്തപ്പോൾ ഈ മാസം ആകെ 2.23% ലോസിലാണ് നിൽക്കുന്നത്. ഈ വീക്കിലെ മൂവ്മെൻറ്റ് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ മൺഡേ 23,085 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,176 ക്ലോസ് ചെയ്തു. ഇന്ന് 23,213 ക്ലോസ് ചെയ്തു. വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലോസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,535 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,252 കമ്പനികൾ റെഡിൽ ക്ലോസ് ചെയ്തു. ഇന്നലെ 2,117 കമ്പനികൾ ആണ് ഗ്രീനിൽ ക്ലോസ് ചെയ്തത്. 700 കമ്പനീസ് ഇന്നലെ റെഡിൽ ക്ലോസ് ചെയ്തു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നൊരു മിക്സഡ് ആയിട്ടുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ഒരുപാട് റെഡിൽ ക്ലോസ് ചെയ്ത കമ്പനികളും ഒരുപാട് ഗ്രീനിൽ ക്ലോസ് ചെയ്ത കമ്പനികളും മിക്സഡ് ആയിട്ട് ഇടുന്ന മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 22,712 ക്ലോസ് ചെയ്തപ്പോൾ 120 പോയിൻറ്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി IT 43,401 ക്ലോസ് ചെയ്തപ്പോൾ 340 പോയിൻ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 6,50 ക്ലോസ് ചെയ്തപ്പോൾ 6.20 പോയിൻറ്റിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 42 പോയിൻറ്റ് തന്നപ്പോൾ 22,680 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 231 പോയിൻറ്റ്സ് കുറഞ്ഞപ്പോൾ 21,972 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 55,549 ക്ലോസ് ചെയ്തപ്പോൾ 77 പോയിൻറ്റിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി ഫാർമ 21,972 ക്ലോസ് ചെയ്തപ്പോൾ 231 പോയിൻ്റ് ഇടിവുണ്ടായി. നിഫ്റ്റി മെറ്റൽ 8280 ക്ലോസ് ചെയ്തപ്പോൾ 13 പോയിൻറ്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 920 പോയിൻറ്റ് ക്ലോസ് ചെയ്തപ്പോൾ 12.65 പോയിൻറ്റിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 1690 ക്ലോസ് ചെയ്തപ്പോൾ 23 പോയിൻറ്റ് കുറവുണ്ടായി. നിഫ്റ്റി എനർജി 253 പോയിൻറ്റ് കൂടിയപ്പോൾ ഇന്ന് 33,821 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 78 പോയിൻറ്റ്സ് കൂടിയപ്പോൾ ഇന്ന് 8,180 ക്ലോസ് ചെയ്തു.
നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 13998 ക്ലോസ് ചെയ്തപ്പോൾ 180 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇന്ന് 10,630 ക്ലോസ് ചെയ്തപ്പോൾ 6.80 പോയിന്റ് ഗെയിൻ ഉണ്ടായി. Q3 റിസൾട്ട് കാലഘട്ടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. HDFC AMCയുടെ Q3 റിസൾട്ട് വന്നപ്പോൾ 31% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൻ്റെ ഇൻക്രീസ് ഉണ്ടായി. ഷോപ്പേഴ്സ് സ്റ്റോപ്പ് കമ്പനി 41% നെറ്റ് പ്രോഫിറ്റിൽ ഇൻക്രീസ് ഉണ്ടായി. ബനാറസ് ഹോട്ടൽസ് 10.65% ഇൻക്രീസ് ഉണ്ടായി. എന്നാൽ ഹാത്വേ കേബിൾ ഈ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 39% ലോസ് ആണ് ഇയർ ഓൺ ഇയർ. നാളെ റിസൾട്ട് വരുന്ന കമ്പനി ഇൻഫോസിസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബെൻസ് ഇന്ത്യയുടെ റിസൾട്ട് നാളെ വരുന്നുണ്ട്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കോർ റീറ്റെയിൽ സെയിൽസ് ഡേറ്റ USA നിന്ന് നാളെ വരുന്നുണ്ട്. CPI ഡേറ്റ ജർമ്മനിയിൽ നിന്ന് നാളെ വരുന്നുണ്ട്. GDP ഡേറ്റ UK നിന്ന് നാളെ വരുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ കഴിഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you all. Have a good evening.